أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. وقالت طائفة من أهل الكتاب آمنوا بالذي أنزل على الذين آمنوا وجه النهار واكفروا آخره لعلهم يرجعون. ولا تؤمنوا إلا لمن تبع دينكم قل إن الهدى هدى الله أن يؤتى أحد مثل ما أوتيتم أو يحاجوكم عند ربكم قل إن الفضل بيد الله يؤتيه من يشاء والله واسع عليم. يختص برحمته من يشاء. السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله
عليه توكلت وإليه أنيب عليه توكلت وإليه أنيب عليه توكلت وإليه أنيب ولست أبالي حين أقتل مسلما على أي جنب كان لله مسرعي أترضى أن تكون رفيق قوم لهم زاد أنت بغير زادي. വാഴക്കാട് സലഫി മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഒരുപറ്റം ആദർശബോധമുള്ള ഇസ്ലാഹി പ്രബോധകന്മാർ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രതിസന്ധി നിറഞ്ഞ സദസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും നാളെ പാരത്രിക ലോകത്ത് ലഭിക്കാനുള്ള പ്രതിഫലം മാത്രം മനസ്സിൽ നിയ്യത്ത് വെച്ച് ഇഖ്ലാസോടുകൂടി ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേരള നദ്വത്തുൽ മുജാഹിദീനിന്റെയും അതിൻ്റെ കീഴ് ഘടകങ്ങളുടെയും സഹോദരന്മാരെ, സഹോദരികളെ, ആനുകാലികമായി സമൂഹത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റുവാങ്ങുന്ന ഈ ആരോപണങ്ങളുടെ വസ്തുത അറിയുവാൻ വേണ്ടി നിഷ്പക്ഷ ബുദ്ധിയോടുകൂടിയും നിഷ്പക്ഷ മനസ്സോടുകൂടിയും പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടിയുമെല്ലാം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള സ്നേഹാദരണീയരായ ബഹുമാനികളെ, നല്ലവരായ നാട്ടുകാരെ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിലൂടെ മാനവകുലത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം, അതിൻ്റെ മൗലിക സന്ദേശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് തനതായ രൂപത്തിൽ ഉൾക്കൊള്ളുകയും അതിൻ്റെ താല്പര്യങ്ങൾ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ പ്രബോധകന്മാർക്കും അഥവാ അമ്പിയാക്കന്മാർക്കും അവരുടെ ആ കാലഘട്ടത്തിൽ ആ വിശ്വാസവും ആ ശരീഅത്തും നെഞ്ചിലേറ്റി മുന്നോട്ടു പോകുന്ന അതിൻ്റെ വക്താക്കൾക്കും യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ നിന്ന് തന്നെ അതിശക്തമായ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നാം അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങളിലൂടെ കൃത്യമായി ഖുർആനിൻ്റെ പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരെ പ്രത്യേകമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സർട്ടിഫിക്കറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ഖുർആൻ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വർഗത്തിലേക്കുള്ള വഴി യഥാർത്ഥത്തിൽ ദുർഘടം നിറഞ്ഞ, വളരെയധികം പ്രതിസന്ധികളും പ്രയാസങ്ങളും നിറഞ്ഞ വഴിയാണ് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുദ്സിയായ ഒരു ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അത് ആമുഖമായി തന്നെ നാം മനസ്സിലാക്കണം. ലമ്മാ ഖലഖ്തുൽ ജന്നത വന്നാർ, അല്ലാഹു തആല സ്വർഗ്ഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചു വെച്ചു. ആ സ്വർഗ്ഗ നരകങ്ങളെ അല്ലാഹു തആല സംവിധാനിച്ചു. ശേഷം അർസല ജിബ്രീൽ അലൈഹി സ്വലാത്തു ഇലൽ ജന്ന,
ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ സ്വർഗത്തിലേക്ക് അയക്കുകയാണ്. ഞാൻ എൻ്റെ സജ്ജനങ്ങളായ അടിമകൾക്ക് വേണ്ടി ആ സ്വർഗീയ ആരാമത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ള അലങ്കാരങ്ങളും സൗകര്യങ്ങളും നീ ഒന്ന് പോയി കാണണം ജിബ്രീലേ എന്ന് അല്ലാഹു തആല പറയുന്നു. ഈ പ്രപഞ്ചത്തിലെ അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ആദ്യമായി റഈസുൽ അംലാഖ് മലക്ക് റൂഹുൽ ഖുദ്സ് അലൈഹിസ്സലാത്തു വസ്സലാം കാണാൻ പോവുകയാണ്. സ്വർഗം കണ്ട് അവിടെ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന കമനീയമായ സൗകര്യങ്ങൾ കണ്ട് അന്താളിച്ചുകൊണ്ട് റബ്ബിന്റെ സന്നിധിയിലേക്ക് വന്ന് ആ നാഥനോട് പറയുന്ന ഒരു വാചകമുണ്ട്. വബിഇസ്സതിക, നാഥാ നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. ഈ സ്വർഗമാണ് നിന്റെ സജ്ജനങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സ്വർഗത്തിൽ കിടക്കുന്ന ഒരാളെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്താ കാരണം? സ്വർഗത്തിലേക്കുള്ള വഴി ഞാൻ പരിശോധിച്ചു നോക്കി. ഒരു മനുഷ്യന്റെ മനസ്സ്, ആ മനുഷ്യന്റെ മനസ്സിന് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ആ പ്രയാസങ്ങൾ കൊണ്ടാണ് നീ സ്വർഗം മൂടി വെച്ചിട്ടുള്ളത്. ഫഹ്ഫത്ത് ബിൽ മഖാരിർ, ത്യാഗങ്ങൾ കൊണ്ടാണ് അല്ലാഹു തആല സ്വർഗ കവാടം വലയം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ത്യാഗത്തിന്റെ വഴികൾ ഭേദിച്ചുകൊണ്ട് ആ കഠിന കഠോരമായ പരീക്ഷണങ്ങളുടെ തീജ്വാലകളിൽ അമർന്നുകൊണ്ട് ആര് ഈ സ്വർഗം നേടും എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരെ ചിന്തിച്ചു പോയി. അതാണ് സ്വർഗത്തിന്റെ വഴി. പിന്നീട് അദ്ദേഹം പോയത് നേരെ നരകത്തിലേക്കാണ്. നരകത്തിൽ പടച്ചു തമ്പുരാൻ ഒരുക്കി വെച്ച കഠിന കഠോരമായ അഗാധമായ ശിക്ഷകൾ കണ്ട്, ആ ശിക്ഷയുടെ വ്യത്യസ്തമായ രൂപഭാവങ്ങൾ കണ്ട് അല്ലാഹു തആലയിലേക്ക് ബേജാറായി കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിന്റെ പ്രതാപം തന്നെയാണ് റബ്ബേ സത്യം. ഞാൻ പറയുന്നു, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല. എന്താണ് കാരണം? നരകം മൂടി വെച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ ഞാൻ പരിശോധിച്ചു നോക്കി. ഒരു മനുഷ്യന്റെ മനസ്സ് എന്താഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹങ്ങൾ കൊണ്ടാണ് നീ നരകം മൂടി വെച്ചിരിക്കുന്നത്. അഥവാ ഫഹ്ഫത്ത് ബിൽ ഷഹവാത്ത്, ദേഹേച്ഛകൾ കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു നരകം. അതുകൊണ്ട് തന്നെ ആ നരകത്തിന്റെ മുമ്പിൽ വലയം ചെയ്യപ്പെട്ട ഷഹവാത്തുകളുടെ അപ്പുറത്ത് അല്ലാഹു തആല ഒരുക്കി വെച്ച അഗാധമായ കഠിന കഠോരമായ നരകശിക്ഷയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാതെ ഈ നരകത്തിലേക്ക് ആളുകൾ പോകും. അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാളെയും എനിക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞെങ്കിൽ അതാണ് നരകം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ വ്യക്തമായി കൊണ്ട് നമ്മോട് പറഞ്ഞു തന്നു, ആശ്വാസവചനങ്ങൾ വേണ്ട, ലളിതമായ ചിന്തകൾ വേണ്ട, ഒരിക്കലും ചുളിവിലൂടെ സ്വർഗത്തിലെത്താമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അതുകൊണ്ടാണ് സൂറത്ത് നംലിന്റെ 29-ാം അധ്യായം ആ സൂറത്തിലൂടെ അല്ലാഹു തആല തുടക്കത്തിൽ തന്നെ പറയുന്നത് എന്താണ്? അഹസിബന്നാസു, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, മനുഷ്യന്മാരെ നിങ്ങൾ കരുതുന്നുണ്ടോ എന്ത്? അയ്യഖൂലു ആമന്ന, നിങ്ങൾ വിശ്വാസികളാണ് എന്ന് നാവ് കൊണ്ടങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ പേരില് നിങ്ങളെ വെറുതെ വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളെ നന്നായി പരിശോധിക്കാതെ പരീക്ഷിക്കാതെ. എന്നിട്ട് അല്ലാഹു തആല പറയാണ് എന്ത്? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ആ ആളുകളെ അല്ലാഹു തആല നന്നായി പരിശോധിച്ചിട്ടുണ്ട്, പരീക്ഷിച്ചിട്ടുണ്ട്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം വലയഅലമന്നല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അവരിൽ ആരാണ് യഥാർത്ഥത്തിൽ നുണയന്മാര്, ആരാണ് കപടന്മാര്, യഥാർത്ഥത്തിൽ ആരാണ് സത്യവിശ്വാസികൾ എന്നിങ്ങനെ അല്ലാഹു തആല പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് ഇസ്തിരിയിട്ട ജീവിതം നയിച്ച് യഥാർത്ഥത്തിൽ ദൗത്യം നിർവഹിക്കാതെ, പരീക്ഷണങ്ങൾക്ക് വിധേയമാകാതെ, പ്രയാസങ്ങൾ അനുഭവിക്കാതെ ഒരിക്കലും തന്നെ സ്വർഗത്തിലേക്ക് കടന്നു പോകാമെന്ന് വിചാരിക്കണ്ട എന്ന് അല്ലാഹു തആല പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഇന്നിതാ നാം വളരെ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ഒരവസ്ഥയിൽ ഈ പരിപാടി സംഘടിപ്പിക്കുകയാണ്. ഇവിടെ പടച്ച തമ്പുരാന്റെ അലംഘനീയമായ വിധിയുടെ ഭാഗമായി കൊണ്ട് ശക്തമായ മഴ മഗ്‌രിബ് നമസ്കാരം മുതൽ ആരംഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പടച്ച തമ്പുരാനിൽ കൃത്യമായി വിശ്വസിക്കുകയും അവന്റെ ഖദറുകളെ അംഗീകരിക്കുകയും എല്ലാ ഖൈറും ഷർറും അവനിൽ തന്നെയാണ് എന്ന് ഈമാനിന്റെ ഭാഗമായി ഉൾക്കുകയും ചെയ്ത ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് റബ്ബിനെ പഴിക്കുവാൻ പാടില്ല, കാലാവസ്ഥയെ ഒരിക്കലും തന്നെ ശപിക്കുവാൻ പാടില്ല. കാരണം നമ്മെ സൃഷ്ടിക്കുന്നതിന് മുമ്പ്, ഈ ആകാശഭൂമികളെ പടച്ചു പരിപാലിക്കുന്നതിന് മുമ്പ് അല്ലാഹു തആല ആദ്യമായി പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചത് കലമാണ്, പേനയാണ്. ആ പേനയോട്
അല്ലാഹു തആല സ്ഥാപിക്കപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ് എന്ന അവന്റെ ആ രേഖയിൽ എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ടു. ആ എഴുതാൻ വേണ്ടി ആവശ്യപ്പെട്ട ലൗഹുൽ മഹ്ഫൂദ് സഹോദരങ്ങളെ നമ്മെ സൃഷ്ടിക്കുന്നതിന്റെ ആകാശഭൂമികളെ പടച്ചു പരിപാലിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട്. 12-ാം തീയതി ഈ നവംബർ മാസത്തില് ഈ ദിവസത്തില് ഇവിടെ ഈ രൂപത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്നും ആ പരിപാടിക്ക് പ്രതികൂലമായ ഒരു കാലാവസ്ഥ അവിടെ ഉണ്ടാകുമെന്നും ശക്തമായ മഴ ആ സദസ്സിനെ അവലംബമാക്കുമെന്നും റബ്ബ് കൃത്യമായി എഴുതി വെച്ചിട്ടുള്ളതാണ്. അത് മാറ്റുവാൻ നമുക്ക് സാധ്യമല്ല. പക്ഷേ എങ്കിലും നമ്മുടെ മനസ്സറിയുന്ന, നമ്മുടെ കൃത്യമായ ചലനങ്ങൾ കൃത്യമായി അറിയുന്ന, ഹൃദയങ്ങളിൽ മറച്ചു വെച്ചതറിയുന്ന, കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ അറിയുന്ന പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് ഈ പ്രതികൂലമായ കാലാവസ്ഥയെ അനുകൂലമാക്കുവാൻ പ്രിയപ്പെട്ട എന്റെ ശ്രോതാക്കളെ, ആദർശ തലഞ്ചിലേറ്റുന്ന സലഫി പ്രവർത്തകന്മാരെ, നമ്മൾ റബ്ബിന്റെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. അനുകൂലമായ ഒരു കാലാവസ്ഥ നൽകിക്കൊണ്ട് പടച്ച തമ്പുരാനെ നിന്റെ വിധിക്കനുസരിച്ച് ഈ പരിപാടി എത്രത്തോളം ഏത് രൂപത്തിൽ ആകണമോ ആ രൂപത്തിൽ ഞങ്ങൾക്കിതിനെ നീ സമാപിപ്പിച്ചു തരണേ എന്ന് റബ്ബിനോട് നിങ്ങൾ ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ ദുആ ഖബൂൽ ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് വ്യക്തമായി പറഞ്ഞു, ബദഅൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം കടന്നു വന്നത് അപരിചിതാവസ്ഥയിലാണ്, ഒരാൾക്കും പരിചയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മില്ലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പാതയുമായി തൗഹീദിലും കൃത്യമായ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും അല്ലാഹുവിന്റെ വഹീനാൽ ദഅവത്തുമായി ആ മണ്ണിലേക്ക് പ്രവേശിക്കുമ്പോൾ 39 വയസ്സ് വരെ അല്ലാഹുവിന്റെ റസൂലിനെ അല്ലമീനെന്നും അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും വളരെ താത്വികമായി പരിഹാരം നൽകുന്ന മാന്യനെന്നും വിശേഷിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് റബ്ബിങ്കൽ നിന്ന് വഹീ ലഭിച്ചിട്ടുണ്ട്, ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ കറകളഞ്ഞ വിശ്വാസം അങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ ആ സമുദായം ഒരു പുത്തൻവാദിയായി കണ്ടു, നോക്കുകുത്തിയെ പോലെ കണ്ടു, ഒരു അപരിചിതനെ പോലെ കണ്ടു. ആക്ഷേപങ്ങളുടെ ക്രൂരമ്പകൾ സഹോദരങ്ങളെ വാക്കുകളിലൂടെ, കവിതകളിലൂടെ, ശാരീരിക പ്രയോഗങ്ങളിലൂടെ അല്ലാഹുവിന്റെ ഹബീബിന് നേരെ അത് കടന്നു വരികയാണ്. അങ്ങനെ നീണ്ട 13.5 വർഷക്കാലം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ ആദർശം നെഞ്ചിലേറ്റിയ വളരെ ശക്തി കുറഞ്ഞ, സാമ്പത്തിക ശേഷി കുറഞ്ഞ, തറവാടിത്തമില്ലാത്ത അനവധി നിസ്വാർത്ഥരായ ആ പ്രബോധകന്മാരും പീഡനങ്ങൾ അനുഭവിച്ചു. അവരിൽ നിന്ന് അനവധി മർദ്ദനങ്ങൾ അവർ ഏറ്റുവാങ്ങി. പക്ഷേ അല്ലാഹു തആലയുടെ അലംഘനീയമായ വിധിപ്രകാരം ഇനി ലോകത്ത് ഒരു പ്രവാചകൻ വരേണ്ടതില്ലാത്ത വിധം, ഒരു വേദഗ്രന്ഥം ഇറങ്ങേണ്ടതില്ലാത്ത വിധം ലോകമാനവതക്ക് ഖിയാമത്ത് നാൾ വരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ എന്താണോ ആ കൃത്യമായ പാത അത് ഉൾക്കൊള്ളുവാൻ, ആ സരളമായ ആ സൽപാതയിലൂടെ നീങ്ങുവാൻ ആവശ്യമായ രൂപത്തില് പടച്ച തമ്പുരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ മഹത്തായ ദീനുൽ ഇസ്ലാം പൂർത്തീകരിച്ചു. അങ്ങനെ 23 വർഷക്കാലം കൊണ്ട് പടർന്ന് പന്തലിച്ചു പുഷ്പിച്ചു കായിച്ചു. എങ്കിലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്ലാം മക്കയിലും മദീനയിലും പരിപൂർണമായി എത്തുകയും അവിടെ നാട്ടിവെച്ച കല്ലുകളും കെട്ടിയുയർത്തപ്പെട്ട ഖബറുകളും അതുപോലെ തന്നെ റബ്ബിന് പുറമേ അഭൗതികമായ രീതിയിൽ അല്ലാഹുവിൽ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷകൾ, ആ പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് അവർ നേർച്ച നേർന്നിരുന്ന മരങ്ങളും എല്ലാം അടിച്ചു നിരപ്പാക്കപ്പെട്ടു. അങ്ങനെ ഇസ്ലാമിന്റെ മഹത്തായ ആ കൃത്യമായ വിശ്വാസങ്ങൾ, കർമാനുഷ്ഠാനങ്ങൾ അത് നെഞ്ചിലേറ്റുന്ന മണ്ണായി മക്കായും മദീനായും മാറിയ നയനാനന്ദകരമായ കാഴ്ച കണ്ടുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് മടങ്ങുന്ന സമയത്ത് ഹദീസിന്റെ ബാക്കി ഭാഗം അത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബദഅൽ ഇസ്ലാം ഗരീബ, ഇസ്ലാം കടന്നു വന്നത് ഒരു അപരിചിതാവസ്ഥയിലാണെങ്കിൽ വസയഊദു കമാ ബദാ, അതുപോലെ തന്നെ ഒരു റിവേഴ്സ് ഗിയറിലേക്ക് അത് മടങ്ങുന്നതാണ്. റിവേഴ്സ് ഗിയറിലേക്ക് മടക്കപ്പെടും, വീണ്ടും ഒരു അപരിചിതാവസ്ഥ കടന്നു വരും. ആ കാലഘട്ടത്തില് സഹോദരങ്ങളെ, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ ആ ആദർശം നെഞ്ചിലേറ്റ് പ്രബോധനം ചെയ്ത ആളുകൾ അനുഭവിച്ച പോലെ
ഒരു വിഭാഗം ഉറബായികൾ അവർ അപരിതാവസ്ഥയിലായിരിക്കും. അവർ സമൂഹത്തിൽ നിന്ന് ഇതുപോലെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും മർദ്ദനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങും. ആരാണ് പറയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറയുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഫതൂബാ ലിൽ ഉറബാ, ആ അപരിതരായ ആ ആളുകൾക്ക് ഞാൻ ആ സ്വർഗത്തിന്റെ തൂബ എന്ന കവാടം കൊണ്ട് വെൽക്കം നേരുകയാണ്. ആരാണവര്? ഉനാസു സ്വാലിഹൂന ഫീ ഉനാസി സൂഇൻ കസീർ, വൃത്തികെട്ട ധാരാളം ആളുകൾക്കിടയിൽ ഒരു ന്യൂനപക്ഷമായിരിക്കും. അഥവാ കറകളഞ്ഞ വിശ്വാസം, കൃത്യമായ പ്രവാചകന്റെ സുന്നത്തുകൾ അനുധാവനം ചെയ്യുന്ന സലഫിൻകളുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും ഒരുപോലെ കൊണ്ടുപോകുന്ന, സമൂഹത്തിന് മാതൃക കാണിക്കാൻ കഴിയുന്ന അത്തരത്തിലുള്ള ഒരു ന്യൂനപക്ഷം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഭൂരിപക്ഷം ആളുകളും മരീമസപ്പെടുമ്പോൾ അവിടെ സഹോദരങ്ങളെ ഒരു ന്യൂനപക്ഷം ആളുകൾ ഉണ്ടാകും. ആ ആളുകളുടെ ഡ്യൂട്ടി എന്താണ്? യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ ബഅദി മിൻ സുന്നതി, എന്റെ കാലശേഷം എന്റെ സുന്നത്തുകൾ കേടുവരുമ്പോൾ ഇസ്ലാഹ് നടത്തുന്ന ആളുകളായിരിക്കും അവർ എന്ന്. അപ്പോൾ 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഹബീബിലൂടെ കൃത്യമായി പ്രവചനം നൽകപ്പെട്ട കാര്യം, അറിയിക്കപ്പെട്ട കാര്യം ഇന്ന് കേരളക്കരയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ആനന്ദവും ആവേശവും ആത്മാർത്ഥതയും പകർന്നു നൽകുകയാണ്. കാരണം എന്താ? ഇന്ന് സമൂഹത്തിന്റെ രോഗം മനസ്സിലാക്കി ചികിത്സിക്കുവാൻ യഥാർത്ഥത്തിൽ സലഫിന്റെ പാത പിൻപറ്റുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു സംഘം ആദർശ പ്രബോധനം, ഒരു സംഘം ആദർശബോധമുള്ള ആളുകൾക്കല്ലാതെ, നേതാക്കന്മാർക്കല്ലാതെ, പണ്ഡിതവര്യന്മാർക്കല്ലാതെ ആർക്ക് സാധിക്കും? ഇന്ന് യഥാർത്ഥത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിൽ അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്നും പൗരോഹിത്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്ന് അവർ സമൂഹത്തിൽ മെനഞ്ഞുണ്ടാക്കിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് ഈ ഖുർആനിന്റെ സുന്നത്തിന്റെ സലഫ് സ്വാലികൾ മനസ്സിലാക്കിയ ലളിതമായ മാർഗത്തിലൂടെ കടന്നു വരികയും അത് നെഞ്ചിലേറ്റുകയും ജീവിതത്തിന്റെ അഖില നിഖില മേഖലകളിൽ അതിനെ പരമാവധി പ്രാവർത്തികമാക്കി സമൂഹത്തിന് മാതൃകയുള്ള ഒരു സലഫി കുടുംബമായി മുന്നോട്ട് പോകുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഉജ്ജ്വലമായ ഒരു കാലഘട്ടത്തിൽ ഇന്ന് യഥാർത്ഥത്തിൽ നാം ഏറ്റുവാങ്ങുന്ന അപമാനകരമായ അന്തരീക്ഷം എന്താണ്? യഥാർത്ഥത്തിൽ മടപൂരികൾക്കും അതുപോലെ തന്നെ കുബൂരികളിലെ സമസ്ത AP, EK, അതുപോലെ സംസ്ഥാന ദക്ഷിണ തുടങ്ങിയ അവാന്തര വിഭാഗങ്ങൾക്കും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾക്കും അതുപോലെ സോൾഡാറ്റിക്കാർക്കും അതുപോലെ പിന്നെ NDF-കാർക്കും തബ്ലീഗ് ജമാഅത്തേക്കാർക്കും തുടങ്ങി ഇസ്ലാമിന് അകത്തുനിന്ന് കൃത്യമായി കൊണ്ട് തന്നെ ഈ റൂട്ടിൽ നിന്ന് മാനവകുലത്തെ തെറ്റിച്ചു കൊണ്ടുപോകുന്ന എല്ലാ പ്രസ്ഥാനക്കാർക്കും ഒരു കളിപ്പാവ പോലെ കളിപ്പിക്കുവാനും പരിഹസിക്കുവാനും ഒരു കളിപ്പന്ത് പോലെ തട്ടിക്കളിക്കുവാനും സഹോദരങ്ങളെ മുജാഹിദ് പ്രസ്ഥാനത്തെ യഥാർത്ഥത്തിൽ പണയം വെച്ചു കൊടുത്തവരാരാണ്? ഈ മുജാഹിദ് പ്രസ്ഥാനത്തെ അത്തരത്തില് ഈ നിന്ദിക്കുവാനുള്ള ഒരു നിന്ദ്യമായ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കി കൊടുത്ത ആളുകൾ ആരാണ്? അവർക്ക് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ എത്രമാത്രം വലിയ ശിക്ഷയായിരിക്കും തൗബ ചെയ്യാതെ മടങ്ങിപ്പോയാൽ ഏറ്റുവാങ്ങാനുണ്ടായിരിക്കുക എന്ന കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുകൊണ്ട് ഇന്നെനിക്ക് നൽകപ്പെട്ടിട്ടുള്ള വിഷയത്തിന്റെ ആമുഖം സുദീർഘമായി പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ സമയപരിധി മൂലം ഞാനതിലേക്കൊന്നും കിടക്കുന്നില്ല. ഒറ്റ കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പടച്ച തമ്പുരാൻ സമാപനമായി സഹോദരങ്ങളെ അമ്പിയാക്കളുടെ ആ ദൗത്യങ്ങൾ പരിപൂർണമായും അല്ലാഹു തആല അവരിലേക്ക് നൽകിക്കൊണ്ടിരുന്നപ്പോൾ അതിന്റെ എല്ലാ പരിസമാപ്തി കുറിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നൽകിയിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമടങ്ങുന്ന ഇസ്ലാമിന്റെ തൗഹീദ് ആണിക്കല്ല്, ആ ആണിക്കല്ല് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്നോളം വരെയുള്ള അമ്പിയാക്കന്മാർ ഏറ്റുവാങ്ങിയതാണ്. ആ അമ്പിയാക്കന്മാരിൽ നിന്ന് ആ പാത സ്വീകരിച്ചിട്ടുള്ള ആ പ്രബോധകന്മാര് അണികൾ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ആ തൗഹീദ് കൃത്യമായി ഏറ്റുവാങ്ങിയിട്ടുള്ള ആളുകളാണ് സ്വഹാബത്ത്, താബിഈകൾ, തബഅ താബിഈകൾ. അതുപോലെ തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ സ്വാത്വികന്മാരായ നേതാക്കന്മാർ. അവരിലൂടെയാണ് കേരളക്കരയില് ആ സരളമായ തൗഹീദ് വളച്ചുകെട്ടില്ലാതെ യാതൊരു തരത്തിലും കൂട്ടിച്ചേർക്കാതെ ഉള്ളതുപോലെ അവതരിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും തന്നെ
തൗഹീദിൽ യാതൊരു തരത്തിലുള്ള അഴിച്ചുപണികളും നടത്തേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ ശിർക്കാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം വരെ ശിർക്ക് തന്നെയാണെങ്കിൽ അത് ഇലാ യൗമിൽ ഖിയാമ വരെ ശിർക്ക് തന്നെയാണ്. അന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ തൗഹീദാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലും തൗഹീദ് തന്നെയാണ്. അത് ഇലാ യൗമിൽ ഖിയാമ വരെയും തൗഹീദ് തന്നെയാണ്. ആ പാതയിലൂടെ കൃത്യമായി സലഫ് സ്വാലികളെ അവലംബമാക്കി നീങ്ങുന്ന മുജാഹിദ് പ്രസ്ഥാനം അഥവാ ലോകാടിസ്ഥാനത്തിൽ തന്നെ ഈ കൃത്യമായ മൻഹജ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സലഫ് സ്വാലികൾക്ക് ഒരിക്കലും തന്നെ അതിൽ ഒരു മാറ്റം വരുത്തേണ്ടതില്ല. അപ്പോൾ നമ്മുടെ തൗഹീദ് ഒരു നൂറ്റാണ്ട് കാലഘട്ടം പിന്നിട്ടപ്പോൾ അതിൽ വെള്ളം ചേർക്കേണ്ടി വന്നു, അഴിച്ചുപണി നടത്തേണ്ടി വന്നു, ശിർക്കിന്റെ പുഴുക്കുത്തുകൾ ഉണ്ടായിരുന്നു എന്ന് യഥാർത്ഥത്തിൽ ഇവിടെ നിലനിൽപ്പിന് വേണ്ടി ദാഹിച്ചിരുന്ന ആദർശ വൈരികൾ കൊട്ടിഘോഷിച്ചതാണ്. ആ ആദർശ വൈരികളാകുന്ന മടവൂരികളും അതുപോലെ തന്നെ സമസ്തയിലെ തീവ്ര വിഭാഗമായി കൊണ്ട് നടക്കുന്ന AP സുന്നികളും അവരെ ഏറ്റുപാടിക്കൊണ്ട് കടന്നു വന്ന EK സുന്നികളും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർഷങ്ങളായി നമുക്ക് പിന്നാലെ നടന്ന് നമ്മുടെ നിലപാടിൽ മാറ്റമുണ്ടായി. നമ്മുടെ തൗഹീദ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകപ്പാട് ആടി വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഏതാണ് ശിർക്ക് ഏതാണ് തൗഹീദ് എന്ന് വേർതിരിച്ചു പറയുവാൻ പറ്റാത്ത വിധം നിങ്ങളുടെ നിലപാടുകളിൽ മാറ്റം വന്നിട്ടുണ്ട് എന്നിങ്ങനെ വിളിച്ചു കൂവിയപ്പോൾ അന്നും നമ്മൾ ഖുർആൻ കൊണ്ട് കൃത്യമായി സ്വഹീഹായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ള വചനങ്ങൾ കൊണ്ട് അതിനെ മനസ്സിലാക്കിയ സ്വഹാബത്ത് എങ്ങനെയാണോ അതിനെ ഉൾക്കൊണ്ടത് ആ രൂപത്തില് അവരിലൂടെ താബിഈകൾ അത് നൽകി പോന്ന പാതയിലൂടെ നമ്മൾ കൃത്യമായി അത് വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ നമുക്കറിയാം കഴിഞ്ഞ 80 കൊല്ലങ്ങളിൽ ഇല്ലാത്ത വമ്പിച്ച മാറ്റമാണ് സത്യത്തില് മുജാഹിദ് പ്രസ്ഥാനത്തിനകത്തും പുറത്തും ഉണ്ടായിട്ടുള്ളത്. അത് യഥാർത്ഥത്തില് ശത്രുക്കൾ പോലും സമ്മതിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ചങ്ങരംകുളത്ത് ഏറ്റവും നീളം കൂടിയ കേരളത്തില് പന്തൽ എന്ന് അവിടെ പങ്കെടുത്ത രാഷ്ട്രീയ പ്രമാണിമാരും രാഷ്ട്രീയ നേതാക്കന്മാരും സാംസ്കാരിക നേതാക്കന്മാരും പറയേണ്ടി വന്നു. മാത്രമല്ല, കേരളത്തിൽ ഇത്രമാത്രം വിപ്ലവം സൃഷ്ടിച്ച നവോത്ഥാന രംഗത്തെന്ന് മാത്രമല്ല ആത്മീയ രംഗത്തും എല്ലാ മേഖലയിലും വമ്പിച്ച മാറ്റത്തിന് തിരികൊളുത്തിയ ഒരു കാലഘട്ടം ഇസ്ലാഹി കേരളത്തിൽ കഴിഞ്ഞുപോയിട്ടില്ല എന്ന് കാര്യങ്ങൾ പഠിച്ചവർ വിലയിരുത്തിപ്പോന്നു എങ്കിൽ അത്തരത്തിലുള്ള ആനന്ദദായകമായ ഒരു മുഹൂർത്തത്തിലൂടെ നെഞ്ചിലേറ്റിയ ആദർശത്തെ ശത്രുക്കൾക്ക് കടിച്ചു കീറുവാൻ വിട്ടുകൊടുത്തിട്ടുള്ള സഹോദരങ്ങളെ ചില കോക്കസുകൾ നമുക്കകത്ത് പ്രവർത്തിച്ചു എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള പ്രശ്നത്തിന്റെ മർമ്മം. അത് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത് ഉൾക്കൊള്ളുവാനും അതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തില് ആദർശത്തിന് വേണ്ടി തൂലികയുന്തി ആദർശത്തിന് വേണ്ടി കൃത്യമായി സഹോദരങ്ങളെ പ്രസംഗിച്ച് ഖുർആനും സുന്നത്തും സലഫ് സ്വാലികളുടെ മാർഗത്തിലൂടെ ഉൾക്കൊള്ളണമെന്ന് പഠിപ്പിച്ച് അതനുസരിച്ച് പരമാവധി ജീവിതത്തെ ധന്യമാക്കി ഇന്നും ഒരു ഇഞ്ച് പോലും ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നിടത്ത് ഒരു നിലക്കും വ്യതിയാനം സംഭവിച്ചിട്ടില്ല എന്ന് 100% നമുക്ക് ബോധ്യമായിട്ടുള്ള ഒരു വ്യക്തി ഡോക്ടർ KK സക്കരിയ സ്വലാഹി. ആ വ്യക്തിയെ അവലംബമാക്കിക്കൊണ്ട് അതിലൂടെ ഒരു ഹിഡൻ അജണ്ട പാസാക്കി യഥാർത്ഥത്തിൽ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിനകത്ത് തന്നെ ചാരപ്പണി നടത്തിയ ഒരു സംഘം അവരാണ് ഇതിന്റെ മർമ്മപ്രധാനമായ പ്രശ്നക്കാർ എന്ന് വ്യക്തമായി നമുക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് ഏറ്റുവാങ്ങുന്ന വിമർശനങ്ങളിൽ ഏറ്റവും പുതിയതെന്ന് ധരിപ്പിക്കുന്ന പഴയ വിമർശനം, ആ വിമർശനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുന്നോടിയായി ഡോക്ടർ KK സക്കരിയ സ്വലാഹി നടത്തുന്ന ഒരു അവലോകനം നിങ്ങൾ ഹൃദയസ്പർക്കോടുകൂടി വിമർശന ബുദ്ധി മാറ്റിവെച്ച് കണ്ണും കാതും ഹൃദയവും തുറന്നു വെച്ച് ഒന്ന് കേൾക്കണമെന്ന് ഉണർത്തുകയാണ്. പത്രങ്ങളിൽ മുഴുവൻ വന്നു ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, ജിന്നുകളെ വിളിച്ച് സഹായം തേടാം, മലക്കുകളെ വിളിച്ച് സഹായം തേടാം എന്ന വാദമുള്ളത് കൊണ്ടാണ് സക്കരിയ സ്വലാഹിയെ പുറത്താക്കിയത്. ആ വാദം തിരുത്താൻ തയ്യാറായില്ല, ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പത്രങ്ങളിൽ വാർത്ത വന്നു. ഞാൻ നേതൃത്വത്തിന് കത്ത് കൊടുത്തു, ഇതല്ലല്ലോ വിഷയം, പുളിക്കൽ പ്രസംഗിച്ചതാണ്, പുളിക്കൽ പ്രസംഗത്തിൽ അതൊന്നുമല്ലല്ലോ വിഷയം, അതുകൊണ്ട് ഞാൻ നിഷേധിക്കുന്നത് പോലെ നിങ്ങളും നിഷേധിക്കണം. ഞങ്ങൾ കൊടുത്തൊന്നല്ല. പത്രക്കാരെ വിളിച്ച് ചോദിച്ചപ്പോ നേരത്തെ തേജസ് വാർത്തയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്, വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിട്ട് തന്നെ ഞങ്ങൾ കൊടുത്തു. വാർത്ത വായിച്ചാലും മനസ്സിലാകും, പുറത്തുള്ള ഒരാൾക്ക് അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ വാർത്തയിൽ വന്നു.
ഞാൻ പത്രങ്ങൾക്ക് പോയി കൊടുത്തു. ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ്, അവരോട് സഹായം തേടുന്നത് ശിർക്കാണ്. ആ കാര്യത്തിൽ മുജാഹിദുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. വേറെ ചില ചാരപ്പണികളും ഗൂഢപ്രവർത്തനങ്ങളും സംഘടനയിൽ നടക്കുന്നുണ്ട്. അത് മൂടിവെക്കാനാണ് ഇത്തരം ആരോപണങ്ങളുമായി ചില ആളുകൾ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് എനിക്ക് പത്രങ്ങളിൽ വാർത്ത കൊടുക്കേണ്ടി വന്നു. ഇനി ഞാൻ എന്തു ചെയ്യും? പത്രങ്ങളിലൊക്കെ വാർത്ത കൊടുത്തു, ഞാൻ ശിർക്കിലേക്ക് പോയി എന്ന് പ്രചരിപ്പിച്ചു. ഇനിയിപ്പോ ഞാൻ മരിച്ചാ മയ്യത്ത് സ്കരിക്കാൻ പറ്റുമോ എന്നിടത്താണ് ഇപ്പൊ ആളുകളുള്ളത്. ആ രീതിയിൽ തന്നെ ശിർക്കിലേക്ക് പോയ പച്ചയായ മലക്കിനെയും ജിന്നിനെയും വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടാ പിന്നെ ഇനി എന്താ വരാനുള്ളത്? മൊയ്തീശയ്ക്കെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ കാക്കണേ എന്നാ ഞാനൊക്കെ പറയുന്നത് എന്നാണ്. അത് എന്റെ പേരിൽ മാത്രം നിൽക്കൂല, അവരെ കയ്യിൽ ഹിറ്റ് ലിസ്റ്റ് ഉണ്ട്, ഓരോരുത്തരായി വെട്ടി നിരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ പച്ചയായ കളവ് സംഘടനയിൽപ്പെട്ട ആളുകൾ പറയാ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹിക്കാവുന്നതിൽ ഏറ്റവും വലിയ ആരോപണമാണ്, സഹിക്കാൻ കഴിയാത്ത ആരോപണമാണിത്, അല്ലെ? ഒരാൾ വ്യഭിചാരത്തിലേക്ക് പോയി, മോഷണത്തിലേക്ക് പോയി എന്നൊക്കെ പറയുന്നതിനേക്കാൾ എത്രയോ ഗുരുതരമാണ് ശിർക്കിലേക്ക് പോയി എന്ന് പറയുന്നത്. ആ കടുത്ത ആരോപണമാണ് യഥാർത്ഥത്തിൽ സുഹൃത്തുക്കളെ പത്രങ്ങളിൽ പോയി വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ശിർക്കിലേക്കുള്ള ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായ പ്രസംഗകരും പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ഈ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് സ്റ്റേജ് കെട്ടി സാധാരണക്കാരെ വിളിച്ചുകൂട്ടി പറയുന്ന അത്യന്തം ഗുരുതരമായ ലജ്ജാവഹമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത്. മഞ്ചേരിയിലൊക്കെ ഇടവണ്ണ മുഖാമുഖം നടത്തിയവര്, മുഖാമുഖ നാടകം രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് രാത്രി 1 മണിയായിട്ടും തീരുന്നില്ല. അവസാനം അബ്ദുറഹ്മാൻ സലഫി അലറുകയാണ്, മുഹദ്ദിസേ പഠിച്ചു വെച്ചോ, വിജനപ്രദേശത്ത് അള്ളാനെ വിളിക്കണ്ട്, എന്നാ ഹദീത്ത് പിടിച്ചോ, ആയത്ത് പിടിച്ചോ. കടലിലും കരയിലുമുള്ള ദുലുമാത്തിൽ നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്നവൻ ആരാണ്? അപ്പൊ നമ്മൾ വിജനപ്രദേശത്ത് വെച്ച് അല്ലല്ലാത്തവരെ വിളിക്കാന്ന് പറയുന്നുണ്ട്. കടലില് അന്ധകാരങ്ങളിൽ അല്ലല്ലാത്തവരെ വിളിക്കാൻ നമ്മൾ പറയുന്നത് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കാം. ഞാൻ അഹമ്മദ് മദനി ആയത്തിനോ ജിന്നും കേൾക്കൂല മലക്കും കേൾക്കൂല. അപ്പൊ നമ്മളിപ്പോ ജിന്ന് കേൾക്കും, പിന്നെ ഉത്തരം ചെയ്യുന്നു, നമ്മൾ പറയുന്നതിന് വരുത്തി തീർക്കാം. പിന്നെ ജിന്നിനോട് സഹായം തേടാൻ പാടില്ല എന്ന് പറഞ്ഞ അറബി ശൈഖന്മാരുടെ കുറെ ഫത്വ ഇങ്ങനെ വായിക്കാം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ സാധാരണക്കാർ ഇവിടെ ആരൊക്കെ ഇപ്പൊ ജിന്നോട് തേടണോലുണ്ടിട്ടാ, ജിന്നോട് സഹായം ചോദിക്കുമ്പോ തുടങ്ങിയിട്ടോ എന്ന് പൊതുവെ തെറ്റിദ്ധരിപ്പിക്കുക. ആട്ടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ജൂതതന്ത്രമാണ് അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും ഇപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഖുറാഫികളുടെ അതേ തന്ത്രം. വഹാബികൾക്ക് നബിയോട് സ്നേഹമില്ല ആൻ പറഞ്ഞു. എന്നിട്ട് നബിയോട് സ്നേഹം വേണമെന്നുള്ള ആയത്തും ഹദീസും ഇങ്ങനെ ഓതും. കണ്ടോ, ആയത്ത് പഠിച്ചോ വഹാബി, ഹദീസ് പഠിച്ചോ വഹാബി, സഹാബി നബിയെ സ്നേഹിച്ചത് കണ്ടോ. കുറെ അതിനെ പറ്റി വേണം. പിന്നെ പറയും വഹാബികൾ ശഫാഅത്തിനെ നിഷേധിക്കുന്നു, പരലോകത്ത് ശഫാഅത്തില്ല എന്നാണ് വഹാബികൾ പറയുന്നത്. എന്നാ പഠിച്ചു വെച്ചോ വഹാബി, ബുഖാരിയിലെ ഹദീസ് ദാ എന്നിട്ട് ശഫാഅത്തിന്റെ ഹദീസ്. ഈ തന്ത്രമാണ് ഇപ്പൊ അഹമ്മദ് അലി മദനിയും അബ്ദുറഹ്മാൻ സലഫിയും അതുപോലെ അനീഫ് കായക്കൊടി അനസും ഒക്കെ ഇപ്പൊ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും മുജാഹിദ് കേരളത്തിൽ വിലപ്പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇത് എന്റെ ഒരു വ്യക്തിപരമായ പ്രശ്നമൊന്നുമല്ല, ഇതൊന്നും ഞാൻ വിളിച്ചിട്ട് വന്ന ആളുകളുമല്ല. ഇത് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രശ്നമാണ്. ഈ ആദർശത്തെ നിങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിച്ചതാണ് ുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇപ്പോൾ ശിർക്കിലേക്കുള്ള ഒരു ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പക്കാരായ പ്രസംഗകരും പ്രവർത്തകരും വിദ്യാർത്ഥികളും ഒക്കെ ഈ ശിർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് സ്റ്റേജ് കെട്ടി സാധാരണക്കാരെ വിളിച്ചുകൂട്ടി പറയുന്ന അത്യന്തം ഗുരുതരമായ ലജ്ജാവഹമായ ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്നത്. വാസ്തവം എന്താണെന്നറിയോ? ഈ മൂവർ സംഘം ഒരു പുതിയ തൗഹീദ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോ 2012 എന്നാണ് ഇപ്പോ എതിരാളികളും നമ്മളൊക്കെ അതിനെപ്പറ്റി പറയുന്നത്. 2012 ഇലക്ഷനോടനുബന്ധിച്ച് ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഇനി മുതൽ ശിർക്കാണ് എന്ന് പറഞ്ഞ് അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞു പഠിപ്പിച്ചു. തത്തമ്മേ പൂച്ച എന്നതുപോലെ അനീഫ് കായക്കൊടിയും മനസ്സും അതങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞങ്ങളൊക്കെ മാറ്റി പറയണമെന്നാണ് പറയുന്നത്. എന്നിട്ടോ അവർ പോയി ഇടവണ്ണയിൽ പോയി തൗബ ചെയ്തത്രേ, കരഞ്ഞത്രേ. അവർ രണ്ടുപേര് കരഞ്ഞാത്തിയിരുന്നതാണോ ഈ പ്രശ്നം? മുജാഹിദ് പ്രസ്ഥാനം നാളിതുവരെ കാത്തു സൂക്ഷിച്ച തൗഹീദ് അതിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തുമ്പോ ഇവർ രണ്ടുപേരെയും കൊണ്ടുപോയി അബ്ദുറഹ്മാൻ സലഫി കുസു എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ഏത്തമിടിച്ചിട്ട് കാര്യമുണ്ടോ? ഇതൊരു പ്രസ്ഥാനത്തിന്റെ ആദർശമല്ലേ? സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും ശിർക്കല്ല.
ഇതുവരെ ശിർക്കല്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശിർക്കാകുകയോ, ഇതുവരെ ശിർക്കാണ് എന്ന് പറഞ്ഞ ശിർക്കല്ല എന്ന് പറയുകയോ ചെയ്താൽ ഗുരുതരമായ ആദർശ മാറ്റമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് ശിർക്കാരോപണം നടത്തി മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന്റെ തൗഹീദ് തന്നെ ഇപ്പോൾ 2012 മുതൽ പുതിയ തൗഹീദാക്കി മാറ്റി എന്ന് പറയുമ്പോൾ അതിങ്ങനെ ഇവർ സ്റ്റേജ് കെട്ടി പ്രസംഗിക്കുമ്പോ അത് തെറ്റാണ്. അങ്ങനെ ഒരു മാറ്റം ഇവിടെ വന്നിട്ടില്ല. അങ്ങനെ കേരളത്തിലെ മുജാഹിദുകൾക്ക് മാത്രം ഒരു പുതിയ തൗഹീദ് വ്യാഖ്യാനം പറ്റുകയില്ല. ലോകത്തുടനീളമുള്ള സലഫി പണ്ഡിതന്മാർ പിന്തുടരുന്ന തൗഹീദ് വ്യാഖ്യാനത്തിനപ്പുറം അബ്ദുറഹ്മാൻ സലഫി രണ്ടാളും കൂടി കുസു എന്ന് പറഞ്ഞാൽ തൗഹീദ് മാറാൻ പോകുന്നില്ല എന്ന് ജനങ്ങളെ പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതാണ് ഇവിടെ നിർവഹിക്കുന്നത്. അല്ല ഒരു വ്യക്തി വൈരാഗ്യമോ ആദർശത്തിനപ്പുറത്തുള്ള എന്തെങ്കിലും രോഷമോ ഇതിനില്ല. അധികാരമോഹത്തിന്റെ പ്രശ്നമോ സാമ്പത്തിക പ്രശ്നമോ പ്യൂർ കറ കളഞ്ഞ ദീനി വിഷയം മാത്രമാണ് വാസ്തവത്തിൽ ഇതിലുള്ളത്. അത് ഞാൻ നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ നാം ഇവിടെ സംഘടിച്ചിട്ടുള്ളത്. എത്രയോ സ്റ്റേജുകളിൽ ഞാൻ ചോദിച്ചു, സുഹൃത്തുക്കളെ, ഞാൻ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ മലക്ക വിളിച്ച് പ്രാർത്ഥിക്കാമെന്ന വാദമുള്ള ആളായി, അല്ലെങ്കിൽ സഹായം തേടാമെന്ന വാദമുള്ള ആളായി നിങ്ങൾ പറയുന്നല്ലോ. നിങ്ങളൊന്ന് പറഞ്ഞതാ, എവിടെ ഞങ്ങളത് പറഞ്ഞത്? എത്രയോ സ്റ്റേജുകളിൽ പറഞ്ഞു. ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഒരു സഹായത്തിനും ഒരു ജിന്നിനെയും മലക്കനെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അതാണ് ഇസ്ലാമിന്റെ നിയമം. ഭൗതികമെന്നോ അഭൗതികമെന്നോ ഒരു വ്യത്യാസവുമില്ല. ഒരു സഹായവും ഒരു ജിന്നിൽ നിന്നും ഒരു മലക്കിൽ നിന്നും തേടാൻ ഇസ്ലാമിൽ പാടില്ല. പാടുണ്ടെന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടുമില്ല, വാദിച്ചിട്ടുമില്ല. എന്നാലും ഇല്ലാത്ത വാദം ഉണ്ടെന്ന് വെച്ചുകെട്ടി പറഞ്ഞ് അങ്ങനെ സ്ഥാപിക്കുവാൻ വേണ്ടി ചില ആളുകൾ ശ്രമിച്ചു നടക്കുന്നതാണ് വാസ്തവത്തിൽ ഇവിടെയുള്ള പ്രശ്നത്തിന്റെ മർമ്മം. സഹോദരങ്ങളെ, സലഫി മൂവ്മെന്റിന്റെ കീഴിൽ വാഴക്കാട് ഒരു പരിപാടിയെല്ലാം സംഘടിപ്പിച്ചിട്ട് മഹത്തായ കേരള ജംഇയ്യത്തുൽ ഉലമക്കും KNM-നും എതിരെ നീങ്ങുവാനാണോ നിങ്ങളുടെ പുറപ്പാട് എന്ന് ഈ സംസാരം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകും. അങ്ങനെ തോന്നേണ്ട ആവശ്യമില്ല. ഇത് യഥാർത്ഥത്തിൽ മഹത്തായ കേരള ജംഇയ്യത്തുൽ ഉലമ അഹ്ലുസുന്നത്തി വൽ ജമാഅ ഉലമ സംഘം എന്ന പേരിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കും ഈ ഇസ്ലാം എത്തിയിട്ടില്ലാത്ത മറ്റു സഹോദരങ്ങൾക്കും ദീനുൽ ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കുവാൻ സലഫുകളുടെ പാതയനുസരിച്ച് രൂപീകരിക്കപ്പെട്ടതാണ്. അതിന്റെ പ്രബോധന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട കീഴ്ഘടകങ്ങളാണ് KNM-ഉം MSM-ഉം IS-ഉം MGM-ഉം നിച്ച് ഓഫ് ട്രൂത്തും ബിസ്മിയുമെല്ലാം. അതുകൊണ്ട് ഈ മഹത്തായ ചട്ടക്കൂട് അത് നശിപ്പിച്ചുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ നമുക്ക് നിലനിൽപ്പില്ലാത്ത വിധം നമ്മെ അവഹേളിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് നേരെയാണ് ഈ പ്രബോധനം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അഥവാ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ ആ കാര്യങ്ങൾക്ക് വ്യക്തമാക്കി തരാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന കാലഘട്ടത്തിൽ നമുക്കറിയാം, വാളുകൊണ്ടും സമ്പത്ത് കൊണ്ടും അനവധി ശാരീരികമായ മാനസികമായ ഉപദ്രവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ ദീനിനെ അങ്ങേയറ്റം സ്നേഹിച്ച മഹാന്മാരായ സ്വഹാബികൾ അവരുടെ ജീവനേക്കാളേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി അവർ എന്തു ചെയ്തു? വെട്ടുകൾ ഏറ്റുവാങ്ങി, സമ്പത്ത് ചെലവഴിച്ചു, കരൾ പറിച്ചു കൊടുത്തു. പക്ഷേ ഇതിനിടയിൽ നമുക്കറിയാം, മക്കയിലെ ഖുറൈശികളിൽപ്പെട്ട മുശ്രിക്കുകൾ നിമിഷ കവികളാണ്. അവൾ വാളിനേക്കാൾ കുന്തത്തെക്കാളൊക്കെ മൂർച്ചയുള്ള കവിതകളിലൂടെ അല്ലാഹുവിന്റെ റസൂലിനെ പ്രഹരിപ്പിച്ചു. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പള്ളിയിൽ വെച്ചൊരിക്കൽ ചോദിക്കുകയാണ് സ്വഹാബത്തിനോട്, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ദീനിനെയും എന്നെയും സഹായിക്കുവാൻ നിങ്ങളുണ്ട്, കവിതയിലൂടെ എന്നെ സഹായിക്കാൻ ആരുണ്ട്? ആ സമയത്ത് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന ജാഹിലിയത്തിൽ നല്ല കവിയായിരുന്നു, ഇസ്ലാമിലേക്ക് വന്ന സ്വഹാബി പറഞ്ഞു, റസൂലേ, ഞാൻ കവിത രചിച്ചുകൊണ്ട് അവരെ വിമർശിച്ചു പാടാം, ഖുറൈശികൾക്കെതിരെ ഞാനൊരു പടവാളാകാമെന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ഹസ്സാൻ, നീ ഖുറൈശികളെ വിമർശിക്കുമ്പോൾ ഞാൻ ഖുറൈശികളിലെ ഒരു പ്രമുഖനല്ലേ, ഖുറൈശി തറവാട്ടിൽപ്പെട്ട ആളല്ലേ, നീ അവരെ മൊത്തം അടിച്ചാക്ഷേപിക്കുമ്പോ ഞാനും ആ ആക്ഷേപത്തിൽ അംഗമാകൂലേ എന്ന ഒരു ചോദ്യം. അതിന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടിയാണ് ഇന്ന് എനിക്ക് ഈ സ്റ്റേജിൽ ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ പറയാനുള്ളത്. അഥവാ കുഴച്ചു വെച്ച മൈദമാവിൽ നിന്ന് അതിൽ അകപ്പെട്ടു പോയ ഒരു മുടി എങ്ങനെ നിഷ്പ്രയാസം സമർത്ഥമായി വലിച്ചു ഊരുന്നുവോ, എന്നിട്ട് ആ മൈദ ഉപയോഗിക്കുവാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ അതിനെ സംരക്ഷിക്കുന്നുവോ, അപ്രകാരം താങ്കളെ വിദഗ്ധമായി നാം രക്ഷപ്പെടുത്തുകയും
ഖുറൈശികളെ വിമർശിച്ച് ഞാൻ കവിത എഴുതുകയും ചെയ്യും റസൂലേ. അപ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നീ ഇറങ്ങുക, നിനക്ക് അല്ലാഹു തആല സഹായിയായി ജിബ്രീലിനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, ഇതാണ് സഹോദരങ്ങളെ നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഈ മഹത്തായ പവിത്രമായ സംഘടന ഇത് ഏതെങ്കിലും 1, 2, 3 വ്യക്തികളുടെ ഭൗതിക താല്പര്യങ്ങൾക്ക്, അവരുടെ ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അജണ്ടകൾക്ക് പാത്രീഭൂതമാകുന്ന രൂപത്തിൽ അടിയറ വെപ്പിച്ച് ഇതിനെ തട്ടിക്കളിക്കുവാൻ സലഫി ആദർശബോധമുള്ളവർ അനുവദിക്കില്ല എന്ന ഉജ്ജ്വലമായ പ്രഖ്യാപനമാണ് സത്യത്തിൽ നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ ഇത് അകത്തളത്തിലുള്ള പുഴുക്കുത്തുകൾ പറയാതെ എങ്ങനെ നമ്മൾ സമൂഹത്തോട് കാര്യങ്ങൾ വിശദീകരിക്കും? അത് ഒരിക്കലും തന്നെ ഏതെങ്കിലും വ്യക്തികളോടുള്ള അമർശമല്ല, സംഘടനയെ പൊളിക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ഒരു ഉദാഹരണത്തിലൂടെ വീണ്ടും വ്യക്തമാക്കി തരാം. നിച്ച് ഓഫ് ട്രൂത്തിന്റെ ഡയറക്ടറായ MM അക്ബർ സാഹിബ്, അദ്ദേഹം ഹൈന്ദവത ഇസ്ലാം, ക്രൈസ്തവ ഇസ്ലാം എന്ന് പറഞ്ഞൊരു ബാനറിൽ പരിപാടി അവതരിപ്പിക്കാന്ന് വിചാരിക്കുക. അങ്ങനെ പരിപാടിയിൽ ഇസ്ലാം പ്രതിദാനം ചെയ്യുന്ന തൗഹീദും വിശ്വാസങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കുരിശു പൂജയെ, വിഗ്രഹ പൂജയെ ശക്തമായി എതിർക്കുകയും അതൊക്കെ ശിർക്കാണ്, അത് വിശ്വസിച്ചും ആചരിച്ചും മരിച്ചുപോയ നരകം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് അന്യമത വിഭാഗങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളെ ശക്തമായി വിമർശിക്കുക ഇസ്ലാമിന്റെ പേരിൽ നിന്നുകൊണ്ട്. എന്നിട്ട് പ്രസംഗം അവസാനിപ്പിച്ചാൽ അത് നീതിയാണെന്ന് ആ സദസ്സിലുള്ള മുസ്ലിങ്ങൾ പോലും സമ്മതിക്കൂല. പിന്നല്ലേ അമുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അംഗീകരിക്കുക? അവർ ചോദിക്കില്ലേ, അക്ബർ സാഹിബ്, ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട കല്ലിന്റെ മുമ്പിൽ പോകുന്നു എങ്കിൽ നിങ്ങളുടെ സമുദായം കിടത്തിയിട്ട കല്ലിന് മുമ്പിൽ പോകുന്നില്ലേ? ഞങ്ങളിവിടെ കുരിശുപൂജ നടത്തുന്നു എങ്കിൽ അതുപോലെ തന്നെയുള്ള അനവധി ശിർക്കൻ ആചാരങ്ങളും അന്ധവിശ്വാസങ്ങൾ നിങ്ങളുടെ മതത്തിലുമില്ലേ? നിങ്ങൾ ആളുകൾ ചെയ്യുന്നില്ലേ? അത് പറയാതെ ഇത് മാത്രം പറഞ്ഞ് വിമർശിക്കുന്നത് ശരിയാണോ എന്നവർ ചോദിക്കില്ലേ? ചോദിക്കും. അതുകൊണ്ടാണ് MM അക്ബർ നീതിബോധത്തോടു കൂടി സമൂഹത്തിനകത്ത് നടക്കുന്ന അനാചാരങ്ങളെ, മുസ്ലിങ്ങളായ ആളുകളെ, പണ്ഡിതന്മാരെ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ തുറന്നു വിമർശിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ എന്താ, ഇസ്ലാമിനെ പൊളിക്കലാണോ? അല്ല. ഇസ്ലാം എന്ന സൽപാതയെ, യഥാർത്ഥമായ മതത്തെ വക്രതയില്ലാതെ അവതരിപ്പിക്കുന്ന ആത്മാർത്ഥതയുള്ള ആർജവമുള്ള രീതിയാണ്. അതന്നെയാണ് പടി നമ്മൾ നടത്തുന്നത്. കിണറ്റിൻ്റെ ഉള്ളത്തെ ചളി അത് മാന്തണമെങ്കിൽ പുറത്തുനിന്ന് ബക്കറ്റ് ഇട്ടാൽ കിട്ടൂല, ഇറങ്ങി മാന്തേണ്ടി വരും. ആ ഇറങ്ങി മാന്തല രൂപമാണ് സത്യത്തിൽ സഹോദരങ്ങളെ ഇത് ഒരു പക്ഷേ പല ആളുകൾക്കും വിഷമമുണ്ടാവും, ചില ആളുകൾക്കൊന്നും ഇങ്ങനെ പറയാനും ചില ആളുകൾക്ക് പ്രയാസം ഉണ്ടാവും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഭൗതികമായ വരുംവരായികൾ നാം ആലോചിക്കുന്നില്ല. പടച്ചുറപ്പിന്റെ സന്നിധിയിൽ ആദർശ പ്രബോധനം നടത്തി അങ്ങനെ ഈമാനോടുകൂടി മരിച്ച് ഉന്നതമായ ദർജ പങ്കിടണമെന്ന ആഗ്രഹം മാത്രമാണ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിൽ ഖുർആനും സുന്നത്തും അനുസരിച്ച് തൗഹീദ് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. ഈ സമൂഹത്തിൽ ഖുറാഫി മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശിർക്കാണെന്ന് വളരെ വ്യക്തമായി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉസൂൽ അനുസരിച്ച് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ശിർക്കാണ് എന്ന് 1000 വട്ടം ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസത്തിൽ നിന്നും ശിർക്കിൽ നിന്നും അനവധി പണ്ഡിതന്മാരും മുതഅല്ലിമുകളും പ്രവർത്തകന്മാരും മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൂട്ടം കൂട്ടമായി കടന്നു വന്നത്. അങ്ങനെയാണ് മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിൽ വളരെ വലിയ ഒരു ജനപങ്കാളിത്തമുള്ള പ്രസ്ഥാനമായി മാറിയത്, അല്ലേ? അതാണ് 99.9% യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തിലേക്ക് വരാനുണ്ടായ കാരണം. പിന്നെ ചില താല്പര്യങ്ങൾ നിലനിർത്താനൊക്കെ കടന്നുകൂടിയവരുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയൊക്കെ ഇത് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രസ്ഥാനത്തിന് അടിസ്ഥാനപരമായി അവരുടെ തൗഹീദിൽ ഒരു മാറ്റം സംഭവിച്ചു. അവർ ഇന്ന് വരെ ശിർക്ക് തൗഹീദ് വേർതിരിച്ച് പഠിപ്പിച്ചു കൊടുത്തപ്പോഴുള്ള നിർവചനം മാറി എന്ന് ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? ആരാ പഠിപ്പിച്ചു തന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ദീൻ ഏറ്റുവാങ്ങിയ ഏതെങ്കിലും ഒരു സ്വഹാബി അതിവിടെ വന്നിട്ട് പഠിപ്പിച്ചു തന്നതാ? അല്ല. അതുപോലെ തന്നെ താബിഈകളാകുന്ന ആ പണ്ഡിതന്മാരിൽ ആരെങ്കിലും വന്ന് പഠിപ്പിച്ചു തന്നതാ? അല്ല. അല്ലെങ്കിൽ ഈ ആദർശം നെഞ്ചിലേറ്റിയ പൂർവികരായ സലഫ് സ്വാലികൾ ആരെങ്കിലും വന്നിട്ട് ഇവർക്ക് ബോധോദയം നൽകിയതാ? അല്ല. അതുമല്ല എങ്കിൽ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കൃത്യമായി ആദർശത്തെ പ്രമാണത്തിൽ നിന്ന് മനസ്സിലാക്കി ലോകത്തിന് അവതരിപ്പിച്ചു കൊടുത്ത വിജ്ഞാനബോധമുള്ള പണ്ഡിതന്മാർ പറഞ്ഞു തന്നതാ? അല്ല. പിന്നെ മാറി എന്ന് ആരാ നമുക്ക് പറഞ്ഞു തന്നത്? ആരാ പറഞ്ഞത്? ഇന്നും ശിർക്ക് ഖുറാഫാത്തുകളെ സമൂഹത്തിൽ അരക്കെട്ടുറപ്പിക്കുവാൻ ഖുർആനും ഹദീസും ദുർവ്യാഖ്യാനം ചെയ്ത് മുന്നോട്ട് പോകുന്ന സമസ്ത പുരോഹിതന്മാർ, അവർക്ക് ഓശാന പാടിക്കൊടുത്ത് ഹദീസുകൾ നിഷേധിച്ച് പ്രബോധന രംഗത്ത് ജൂതന്മാരുടെ ക്രിസ്ത്യാനികളുടെ മാർഗം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന മടവൂരികൾ,
അവരാണ് കേരളക്കരയിൽ നമുക്ക് തൗഹീദിൽ വ്യതിയാനം സംഭവിച്ചു എന്ന് ആദ്യം പറഞ്ഞ ആളുകൾ. ഞാനല്ല, ഇപ്പോഴത്തെ മൂവർ സംഘമല്ല പറയുന്നത്. ഈ മൂവർ സംഘത്തിന്റെ വാല് ഏത് അമ്മയുടെ ചുവട്ടിലാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാവും. കേട്ടോളൂ, നിങ്ങൾക്ക് അലിമദനി മൊറയൂരിന്റെ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഖുറാഫികൾ പുതിയതായി ഇറക്കിയ ഡോക്യുമെന്ററിയിൽ ആ കാര്യം പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കൂ നിങ്ങൾ. സൃഷ്ടികൾക്ക് നൽകപ്പെട്ട കഴിവിന് അതീതമായ കാര്യങ്ങളിൽ സഹായം തേടലാണ് പ്രാർത്ഥന. തൗഹീദിലെ ഈ മാറ്റത്തോടെ വൻ പ്രതിസന്ധിയാണ് മൗലവി വിഭാഗം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയ്ക്കും ഇബാദത്തിനും പുത്തൻ നിർവചനങ്ങൾ നൽകി പുതിയ തൗഹീദ് സ്വീകരിച്ച മൗലവി വിഭാഗം തനി ശിർക്കാണ് ചെയ്യുന്നതെന്ന് പഴയ തൗഹീദിൽ പിടിച്ചു നിൽക്കുന്ന മടവൂർ വിഭാഗം തുറന്നടിക്കുന്നു. അലി മദനി മൊറയൂരിന്റെ പ്രസംഗം കേൾക്കുക. കാരണം കാര്യകാരണ ബന്ധത്തിന് അതീതമായി അഭൗതികമായി മലക്കുകളോട് ചോദിക്കുകയാണ്, അതുപോലെ തന്നെ ജിന്നുകളോട് ചോദിക്കുകയാണ്. നേരത്തെ വിശദീകരിച്ചു. അപ്പൊ പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, ഞങ്ങൾ അത് വിശദീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ട് ഇപ്പോഴും ചോദിക്കുക ആരാ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത് എന്ന്. എന്നിട്ടോ തൊട്ടടുത്ത് തന്നെ നേരത്തെ പറഞ്ഞ നിർവചനം മാറ്റം ചെയ്ത് സൃഷ്ടികളോട് കഴിവിനപ്പുറമുള്ളത് ചോദിക്കലാണ് പ്രാർത്ഥന എന്ന്. എവിടെ നിന്നാണ് ഈ നിർവചനം കിട്ടി? അപ്പൊ സഹോദരങ്ങളെ, ഇതിന്റെ അപ്പോസ്തലന്മാര് ആരാണ്? നമുക്ക് നേരെ ശിർക്ക് ആരോപിച്ച് ആദ്യമായി കടന്നു വന്നത് യഥാർത്ഥത്തില് ഈ ഇസ്ലാം പ്രസ്ഥാനത്തിൽ നിന്ന് പ്രബോധനത്തിന്റെ രീതി ശാസ്ത്രം തന്നെ മാറ്റിത്തിരുത്തി, അതുപോലെ തന്നെ ഹദീസുകളെ നടുറോട്ടിൽ പുച്ഛിച്ച് യഥാർത്ഥത്തിൽ പരിശുദ്ധമായ ഇസ്ലാമിനെയും അത് നമുക്ക് കൃത്യമായി എത്തിച്ചു തന്ന അന്ത്യപ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടെ നിന്ന് അതെല്ലാം ഏറ്റുവാങ്ങിയ സ്വഹാബത്തിനെയും അതെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സ്വീകാര്യോഗ്യരായിട്ടുള്ള മുഹദ്ദിസുകളെയും ഒക്കെ പരിഹസിക്കുന്ന മടവൂരികൾ, അവരാണ് നമുക്ക് തൗഹീദിൽ പഴച്ചു എന്ന് പറഞ്ഞ് ആദ്യമായി കൊണ്ടുവന്നത്. അത് ഏറ്റുപിടിച്ചതാരാ? അത് സമസ്തയിലെ മുസ്ലിയാക്കന്മാർ. അതുകൊണ്ടാണ് ഇപ്പോൾ മുസ്ലിയാക്കന്മാരും അതുമായി രംഗത്ത് വന്ന് ആവേശത്തോടു കൂടി നമുക്ക് നേരെ പരിഹാസ്യ സ്വരത്തിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. നൗഷാദ് ഹസനി എന്ന ഒരു മുസ്ലിയാരുടെ വാക്ക് നിങ്ങൾ കേൾക്കുക. സമയത്ത് മുജാഹിദിന്റെ തൗഹീദ് ആകെ ഇനി പറയാൻ ഡിക്ഷണറിയിൽ വാക്കുകളില്ലാത്ത രൂപത്തിൽ തകർന്നിരിക്കുന്നു. കാരണം അവരെന്നെ ഉണ്ടാക്കിയതാണ് ഇക്കാലം വരെ. എന്ത് അദൃശ്യ കാര്യങ്ങൾ, മറഞ്ഞ കാര്യങ്ങൾ, ആ സഹായം പാടില്ല. ഇപ്പൊ അവർ തന്നെ അത് പൊളിച്ചു. അപ്പോ മുജാഹിദുകളെ, നിങ്ങളുടെ കാലം അവസാനിച്ചിരിക്കുന്നു. ഇനിയും ഒരുപാട് കാലം നിങ്ങൾക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. കാരണം ഈ തൗഹീദ് ഏതായിരുന്നു? മനുഷ്യന്മാരെ കഴിവിന്റെ അപ്പുറത്തുള്ളത് ചോദിച്ചാൽ ശിർക്കാണെന്ന വാദം, അതുപോലെ മറഞ്ഞ വഴിയിലൂടെ സഹായം തേടിയാൽ അത് ശിർക്കാണെന്ന വാദം, അത് പറഞ്ഞിട്ടാണ് മുഹ്യിദ്ദീൻ ശൈഖിനെ വിളിക്കരുത്, മമ്പറത്തങ്ങളെ വിളിക്കരുത്, അത് ശിർക്കാണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നത്, പുലമ്പിയിരുന്നത്. ഇല്ല, ഇനി നിങ്ങൾക്കതിന്റെ അധികാരമില്ല. കാരണം മറഞ്ഞ വഴിയിലൂടെ സഹായം തേടാമെന്നും അത് ശിർക്കല്ല എന്നും നിങ്ങളുടെ ജബ്ബാർ മൗലവിയും സക്കരിയ സ്വലാഹിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെയാണ് ജിന്ന് എന്ന വിഷയം പൂർണ്ണമാകുന്നത്. അപ്പൊ ജിന്ന് എന്ന വിഷയം ഇതോടുകൂടി പൂർണ്ണമായി എന്നാണ് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ മുസ്ലിയാരുടെ ചില കേസറ്റുകൾക്ക് ജിന്ന് തകർത്ത വഹാബി പ്രസ്ഥാനം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. മൂപ്പര വിചാരം ഒരു ജിന്നും ചില മനുഷ്യപിശാചുകളൊക്കെ വിചാരിച്ചാൽ മുജാഹിദ് പ്രസ്ഥാനം തകർന്ന് തരിപ്പണാകുന്ന. അത് തകരൂല. കാരണം എന്താ? ലാ തസാലു ത്വായിഫത്തൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ഹത്താ യഅതി അംറുല്ലാഹ്. അന്ത്യനാൾ വരെ, ഖിയാമം വരെ ഹക്കിന്റെ മാർഗത്തിൽ യഥാർത്ഥമായ മാ അന അലൈഹി വസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു നിലപാടിലാണോ ആ നിലപാടിൽ മുന്നോട്ട് പോകുന്ന ആ വിഭാഗമാണ് സ്വർഗത്തിലേക്ക് എത്തുന്നത്. അങ്ങനൊരു വിഭാഗം ലോകത്ത് ഖിയാമത്ത് നാൾ വരെ നിലനിന്നുകൊണ്ടേയിരിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു തആലയിൽ നിന്ന് വഹീനാൽ പ്രവചിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ഒരു ജിന്ന് വിഷയം എടുത്തിട്ടിട്ട് അതുമ്മ കെട്ടിത്തിരിച്ചിട്ട് നശിപ്പിക്കുവാൻ വേണ്ടി ഖുബൂരികളും മടവൂരികളും അവർ ഓശാന പാടുന്ന നവമടവൂരികളും വിചാരിച്ചാലും അതൊന്നും കഴിയൂല മക്കളെ. മാത്രല്ല, ജിന്ന് വിഷയം ഒരു ഇബാദത്തും അവസാനിച്ചിട്ടില്ല. ഒരു കാര്യകാരണ ബന്ധത്തിനുമേയും സൃഷ്ടികയും മനുഷ്യകയും വരൊന്നും അവസാനിച്ചിട്ടില്ല. ജിന്നുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ മൊഴികളും അത് ഏറ്റു കൃത്യമായി ജീവിച്ച സ്വഹാബത്തും താബിഈങ്ങളും തബഉ താബിഈകളും എന്തൊക്കെ ആ വിഷയത്തിൽ പ്രാമാണികമായി
നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ആ പഠിപ്പിച്ചു തന്നത് A to Z പഠിപ്പിച്ചു കൊടുക്കുകയും അത് കേരളക്കരയിൽ ഇനി വരുന്ന ഒരു തലമുറക്ക് സംശയമില്ലാത്ത വിധം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് പൂർത്തിയാക്കുവാനും മുജാഹിദ് പ്രസ്ഥാനം ഒരുങ്ങി പ്രവർത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജിന്ന് ഇവിടെ അവസാനിച്ചു നിങ്ങൾ വിചാരിക്കണ്ട. അതുകൊണ്ട് സഹോദരങ്ങളെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് തൗഹീദ് ആകെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇത്ര കാലം അവർ പറഞ്ഞിരുന്നത്? മറിഞ്ഞ വഴിയിലൂടെയുള്ള സഹായം, അതുപോലെ തന്നെ ഉപദ്രവം, അതെല്ലാം